മോഷൻ എന്ന ചാപ്റ്ററിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. The first question is, the relation between linear acceleration and angular acceleration is dash. അതായത് ലീനിയർ ആക്സിലറേഷനും ആംഗുലർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ലീനിയർ ആക്സിലറേഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? എ അല്ലേ. ദെൻ ആംഗുലർ ആക്സിലറേഷനോ ദാറ്റ് ഈസ് ആൽഫ. അപ്പോൾ തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. Second question is, the product of moment of inertia of a body and its angular velocity will give dash. അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്തിന് ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഐ ആണ് അല്ലേ. ദെൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഐ ഒമേഗ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ നമ്മൾ? അത് എന്തിന് ഈക്വലാണ്? എല്ലിന് ഈക്വലാണ്. എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. അപ്പോൾ എൽ എന്താണ് അവിടെ? ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ആംഗുലർ മൊമെൻറ്റം ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, യൂണിറ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് ഡാഷ്. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്താണ്? എന്താണ് ആംഗുലർ മൊമെൻറ്റം? ദാറ്റ് ഈസ് എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ് അല്ലേ. അപ്പോൾ അവിടെ പി എന്ന് പറയുന്നത് എം ഇൻറ്റു വി ആണ്. അപ്പോൾ എന്തായിരിക്കും യൂണിറ്റ്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അതായത് യൂണിറ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, യൂണിറ്റ് ഓഫ് ടോർക്ക് ഈസ് ഡാഷ്. ടോർക്കിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് യൂണിറ്റ്? ടോർക്ക് എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് എഫ് ആണ്. ദാറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? Yes, we have Newton meter or joule. That is the unit of torque. Okay. Then unit of moment of inertia is dash. Moment of inertia. എന്താണ് moment of inertia കാണാനുള്ള ഇക്വേഷൻ? I is equal to mr square. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം മീറ്റർ സ്ക്വയർ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് moment of inertiaയുടെ യൂണിറ്റ്. Okay. The next question is, the time rate of change of angular momentum is called dash. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഡി എൽ ബൈ ഡി ടി. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ എക്സ്റ്റേണൽ. അപ്പോൾ എന്താണ് ആൻസർ? ടോർക്കാണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് ടോർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ഡിസ്ക് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക് ഈസ് ഡാഷ്. അതായത് നമ്മളൊരു ഡിസ്കിൻ്റെ കേസിൽ ഉള്ള റേഡിയസ് ഓഫ് ഗൈറേഷനാണ് കാണേണ്ടത്. അതായത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക് ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാം? നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഇക്വേഷൻ? കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം. അവിടെ ഐ എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഡിസ്കിൻ്റെ കേസിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എം ആർ സ്ക്വയർ ബൈ 2 അല്ലേ. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് ഓഫ് ഐ ബൈ എം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ആർ സ്ക്വയർ ബൈ 2 ബൈ എം. അവിടെ എമ്മും എമ്മും ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്നത് എന്താണ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ബൈ റൂട്ട് 2. ക്ലിയർ ആയില്ലേ? ആർ ബൈ റൂട്ട് 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. Next question, in pure rotation all particle in a body have the same dash. അതായത് പ്യുവർ റൊട്ടേഷൻ്റെ കേസിൽ ഏത് ക്വാണ്ടിറ്റിയാണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്, സെയിം ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദ്യം. ഏതായിരിക്കും? പ്യുവർ റൊട്ടേഷൻ ആയതുകൊണ്ട് അവിടുത്തെ ആംഗുലർ വെലോസിറ്റി വിൽ ബി ദ സെയിം. ഓക്കെ. ആംഗുലർ വെലോസിറ്റി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി ഈസ് ഡാഷ്. അതായത് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്കറിയാം ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? വി ആണ് അല്ലേ. ദെൻ ആംഗുലർ വെലോസിറ്റി എന്താണ്? ഒമേഗ. സോ വി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ദാറ്റ് ഈസ് ദ relation between linear velocity and angular velocity, that is v is equal to omega cross r. The next question is, the moment of linear momentum is called dash. അതായത് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ മൊമെൻറ്റ് എന്താണ്? ആംഗുലർ മൊമെൻറ്റം.
ഓക്കെ, ആംഗുലർ മൊമെൻറ്റം ഈസ് ദ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഡാഷ്. മൊമെൻറ്റ് ഓഫ് ഫോഴ്സിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ടോർക്ക്. മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ഈസ് കാൾഡ് ടോർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് യൂണിറ്റ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ അറിയാം അല്ലേ? I = mr². അപ്പോൾ എന്തായിരിക്കും യൂണിറ്റ്? m എന്ന് പറഞ്ഞാൽ മാസ് കിലോഗ്രാം, ദെൻ r² മീറ്റർ². സോ കിലോഗ്രാം മീറ്റർ² ഈസ് ദ യൂണിറ്റ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, കിലോഗ്രാം മീറ്റർ². അടുത്ത ക്വസ്റ്റ്യൻ, ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് ഡാഷ്. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലർ മൊമെൻറ്റ് എങ്ങനെ കാണാം? അതായത് യൂണിറ്റ് നമുക്കറിയാം, കിലോഗ്രാം മീറ്റർ² ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? കിലോഗ്രാമിന് പകരം മാസിൻ്റെ യൂണിറ്റ് അല്ലേ കിലോഗ്രാം, സോ മാസിന് പകരം m എന്ന് എഴുതാം. മീറ്റർ²ന് ലെങ്ത് സ്ക്വയർ, ദാറ്റ് ഈസ് L² പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് സെക്കൻഡ് എന്ന് പറയുന്നത് ടൈം. അപ്പോൾ T⁻⁻1. ദ ഡയമെൻഷൻ ഈസ് m L² T⁻⁻1. അതാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലർ മൊമെൻറ്റ്. അടുത്ത കേസിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ടോർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് = r×F ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാവുമ്പോൾ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ മീറ്റർ ആവുമ്പോൾ എങ്ങനെ കാണാം? ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാമല്ലോ, mL T⁻², അല്ലേ? അതിൻ്റെ കൂടെ ഒരു മീറ്ററും കൂടി വരുന്നുണ്ട്, അതായത് ലെങ്ത്ത് കൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? mL² T⁻², അതായത് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നതിന് mL² T⁻². ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡയമെൻഷൻ ഓഫ് ടോർക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗുലർ മൊമെൻറ്റം ഓഫ് എ സ്കാലർ ഈസ് എ സ്കാലാർ ഓർ എ വെക്റ്റർ. അതായത് ഈസ് ആംഗുലർ മൊമെൻറ്റം എ സ്കാലാർ ഓർ വെക്റ്റർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആംഗുലർ മൊമെൻറ്റം സ്കാലാർ ആണോ വെക്റ്റർ ആണോ? അതെന്താണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് അല്ലേ? ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആംഗുലർ മൊമെൻറ്റം ഹാസ് ദ സെയിം ഡയമെൻഷണൽ ഫോർമുല ആസ് ദാറ്റ് ഓഫ് ഡാഷ്. അതായത് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ സെയിം ഡയമെൻഷണൽ ഫോർമുലയുള്ള ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് mL² T⁻⁻1 ആണ്. ഓക്കെ, സെയിം ഡയമെൻഷൻ ഫോർമുലയുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ദ ഇക്വേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ഫോഴ്സ്. അതായത് ഇക്വേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ഫോഴ്സ് ആണ് കാണേണ്ടത്. ടോർക്കിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ടോ. ദെൻ ഫോഴ്സിനെ F എന്നല്ല റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ വിച്ച് വിൽ ബി ദ ഇക്വേഷൻ? ടോ = r×F. അതായത് ടോ = r×F ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ദ ഇക്വേഷൻ കണക്റ്റിംഗ് ആംഗുലർ മൊമെൻറ്റം ആൻഡ് ലീനിയർ മൊമെൻറ്റം. അതായത് ലീനിയർ മൊമെൻറ്റവും ആംഗുലർ മൊമെൻറ്റവും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ആംഗുലർ മൊമെൻറ്റം നമ്മൾ L എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ ലീനിയർ മൊമെൻറ്റം ഈസ് P. അപ്പോൾ എങ്ങനെ എഴുതാം? റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ലീനിയർ മൊമെൻറ്റം, ദാറ്റ് ഈസ് L = r×P. L = r×P is the correct answer. Then the rotational analog of force is dash. ഫോഴ്സിൻ്റെ റൊട്ടേഷണൽ അനലോഗ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ടോർക്കാണ് അല്ലേ? സോ ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ എവറി പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി ഹാസ് ദ സെയിം ആംഗുലർ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. സ്റ്റേറ്റ് വെദർ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. അതായത് പ്യുവർ റൊട്ടേഷണൽ മോഷനിൽ ഓരോ പാർട്ടിക്കിളിനും ഉണ്ടാവുന്ന ആംഗുലർ വെലോസിറ്റി വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതായത് ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ദാറ്റ് ഈസ് ട്രൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അതായത് ആംഗുലർ വെലോസിറ്റി വിൽ ബി കോൺസ്റ്റൻറ്റ് ഇൻ ദ കേസ് ഓഫ് പ്യുവർ റൊട്ടേഷണൽ മോഷൻ. സോ ആൻസർ ഈസ് ട്രൂ. നെക്സ്റ്റ് വൺ ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് കാൾഡ് ഡാഷ്. അതായത് മാസിൻ്റെ റൊട്ടേഷണൽ അനലോഗ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതെന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. Moment of inertia is the rotational analog of mass. The next question is work and dash has same dimensional formula. അതായത് വർക്കിൻ്റെ സെയിം ഡയമെൻഷണൽ ഫോർമുലയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഫോഴ്സ് ആണെങ്കിൽ mL
ടി റേസ് ടു -2 ആണ്. ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. അപ്പോൾ സെയിം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റി ഏതാണ് വരുന്നത്? ടോർക്ക് അല്ലേ? അതായത് ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ സെയിം ഡയമെൻഷണൽ ഇക്വേഷൻ അല്ലേ വരിക? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 അല്ലേ വരുന്നത്? അപ്പോൾ സെയിം ഡയമെൻഷൻ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടോർക്കാണ്. ടോർക്ക് ആൻഡ് വർക്ക് ഹാസ് സെയിം ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ക്വാണ്ടിറ്റി എം കെ സ്ക്വയർ ഈസ് കോൾഡ് ഡാഷ്. അതായത് എം കെ സ്ക്വയർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണെന്നാണ് ചോദ്യം. എം കെ സ്ക്വയർ അല്ലെങ്കിൽ എം ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഐ ഇസ് ഈക്വൽ ടു എം കെ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് എം ആർ സ്ക്വയർ എന്ന് എഴുതാം. അത് എന്തിന് ഈക്വലാണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷനാണ് എം കെ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഈസ് 0, വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കൺസേർവ്ഡ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലീനിയർ മൊമെൻറ്റം ഓർ ആംഗുലർ മൊമെൻറ്റം. അതായത് എക്സ്റ്റേണൽ ടോർക്ക് 0 ആകുമ്പോൾ, ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ അവിടെ ഏത് ക്വാണ്ടിറ്റിയാണ് കൺസേർവ്ഡ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും? നമ്മളൊരു ലോ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അവിടെ എന്താ പറയുന്നത്? ഇഫ് ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓർ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഈസ് 0, ദ ആംഗുലർ മൊമെൻറ്റം വിൽ ബി കൺസേർവ്ഡ്. അപ്പോൾ ആൻസർ എന്താണ്? ആംഗുലർ മൊമെൻറ്റം. സോ ദ ആൻസർ ഈസ് ആംഗുലർ മൊമെൻറ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are the rotational equivalents for the physical quantity force? അതായത് ഫോഴ്സിൻ്റെ റൊട്ടേഷണൽ അനലോഗ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഫോഴ്സിൻ്റെ റൊട്ടേഷണൽ അനലോഗ് എന്താണ്? ടോർക്ക്. അതായത് ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ ഇക്വലൻറ്റ് ഫോർ ഫോഴ്സ്. Now we can move to the next question. In translatory motion, angular momentum is dash. Always 0, always greater than 1, may be present, is always infinite. അതായത് ട്രാൻസ്ലേറ്ററി മോഷൻ്റെ കേസിൽ ആംഗുലർ മൊമെൻറ്റം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതായത് ഓൾവേസ് 0 ആണോ അതോ ഗ്രേറ്റർ ദാൻ 1 ആണോ, മേ ബി പ്രസൻറ്റ് ഓർ ഓൾവേസ് ഇൻഫിനിറ്റ്. ഏതായിരിക്കും ആൻസർ? ആംഗുലർ മൊമെൻറ്റം മേ ബി പ്രസൻറ്റ് അല്ലേ? അതായത് ട്രാൻസ്ലേഷണൽ മോഷനിൽ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. ചില സമയത്ത് എന്തുണ്ടാവാം? ആംഗുലർ മൊമെൻറ്റം മേ ബി പ്രസൻറ്റ്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് സ്കീമാറ്റിക്കലി ഷോൺ ഇൻ ഫിഗേഴ്സ്. നമുക്ക് 2 ഫിഗേഴ്സ് കാണാം. അതിനകത്ത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റമാണ് കാണിച്ചിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ ഫിഗർ വിച്ച് ഹാസ് മോർ ആംഗുലർ വെലോസിറ്റി. ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ ആംഗുലർ വെലോസിറ്റി? നമുക്ക് ഡയഗ്രം കാണുമ്പോൾ തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ? അതായത് രണ്ടും 2 പോസ്ചറിലാണ് നിൽക്കുന്നത്. ഏതിനായിരിക്കും വെലോസിറ്റി കൂടുതൽ? സെക്കൻഡ് വൺ അല്ലേ? ഓക്കെ, അതായത് ഫിഗർ 2 വിൽ ബി ഹാവിങ് മോർ ആംഗുലർ വെലോസിറ്റി. അതായത് അവിടെ സ്പീഡ് കൂടുതൽ സെക്കൻഡ് വണ്ണിനായിരിക്കും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഡാഷ്. അതായത് ആംഗുലർ മൊമെൻറ്റം എന്തിൻ്റെ റൊട്ടേഷണൽ അനലോഗാണ് എന്നാണ്? ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റൊട്ടേഷണൽ അനലോഗാണ് അല്ലേ? സോ കറക്റ്റ് ആൻസർ ഈസ് ലീനിയർ മൊമെൻറ്റം. ദെൻ ദ ഇക്വേഷൻ കണക്റ്റിംഗ് ആംഗുലർ മൊമെൻറ്റം ആൻഡ് ലീനിയർ മൊമെൻറ്റം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അവിടെ എൽ ആണ് ആംഗുലർ മൊമെൻറ്റം, പി ഈസ് ദ ലീനിയർ മൊമെൻറ്റം. ഇനി ദ moment of inertia of a circular disk about its axis perpendicular to the plane at the center is given by dash. അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ ഡിസ്കിൻ്റെ കേസിൽ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആൻഡ് അറ്റ് ദ സെൻറ്റർ. എന്താണ് ഇക്വേഷൻ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഐ ഡിസ്ക് ഇസ് ഈക്വൽ ടു mr²/2. mr²/2 ആണ് ഇക്വേഷൻ. Next question is, classical dancers bring their hands close to their body to rotate faster. Name the principle employed by them. ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ, അതായത് ക്ലാസിക്കൽ ഡാൻസേഴ്സ് അവരുടെ ഹാൻഡ്സ് വളരെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതായത് ഡാൻസേഴ്സ് ബ്രിങ് ദെയർ ഹാൻഡ്സ് ക്ലോസ് ടു ദെയർ ബോഡി. അതാണ് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. Okay, now we can move to the next question. Is radius of gyration of a body constant quantity? അതായത് radius of gyration constant quantity ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ആയിരിക്കുമോ? എങ്ങനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണുക? k is equal to √I/m ആണ്.
അല്ലേ? അവിടെ മാസ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഐ എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ദാറ്റ് ഈസ് എം ഇൻറ്റു ആർ സ്ക്വയർ. അപ്പോൾ അവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്? പൊസിഷനാണ് അല്ലേ? പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഐ മാറും. ഐ മാറിക്കഴിഞ്ഞാൽ എന്ത് മാറും? കെ മാറും, അതായത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റി. ഇറ്റ് ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ടു മാസസ് ആർ ഈക്വൽ വേർ ഡസ് ദർ സെൻറ്റർ ഓഫ് മാസ് ലൈ? രണ്ട് സെയിം മാസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ മാസസ് ഉണ്ടെങ്കിൽ അവയുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും എന്നാണ്. ദാറ്റ് ഈസ് ദ മിഡ് വേ ബിറ്റ്വീൻ ദ ടു മാസസ്. രണ്ട് മാസസിൻ്റെ സെൻട്രലായിരിക്കും എന്ത്? സെൻറ്റർ ഓഫ് മാസ്, ഓർ ബിറ്റ്വീൻ the midway between two masses. Okay, next question. Name the constant whose dimensions are same as that of angular momentum. Angular momentumത്തിന്റെ സെയിം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റി ഏതാണ്? അതായത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? ഡസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ബോഡി? അതായത് റേഡിയസ് ഓഫ് ഗൈറേഷൻ അതിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോ, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ബോഡി. Next question is, work done by centrifugal force is dash. Centrifugal force inde case il undavuna work done 0 ആയിരിക്കും. So that will be 0. Now we can move to the next question. Why spikes are provided in bicycle wheel? എന്തായിരിക്കും ആൻസർ? ദിസ് ഇൻക്രീസസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈവൻ വെൻ ദ മാസ് ഇസ് സ്മോൾ. അവിടെ മാസ് ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈസിക്കിൾ വീൽസിനകത്ത് സ്പൈക്സ് യൂസ് ചെയ്യുന്നത്. ദിസ് എൻഷുവേഴ്സ് യൂണിഫോം സ്പീഡ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എ ബാലറ്റ് ഡാൻസർ, ആൻ അക്രോബാറ്റ് ആൻഡ് ആൻ ഐസ് സ്കേറ്റർ മേക്ക് യൂസ് ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഇൻ ഫിസിക്സ്. വിച്ച് ഈസ് ദാറ്റ് പ്രിൻസിപ്പിൾ? അതായത് ബാലറ്റ് ഡാൻസേഴ്സ്, അക്രോബാറ്റ്സ്, അതുപോലെ തന്നെ ഐസ് സ്കേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഏത് പ്രിൻസിപ്പിളാണ് എന്നുള്ളതാണ്. ഫിസിക്സിനകത്തുള്ള ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്? ഇതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഏരിയാസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ കമ്പാരിസൺ ഓഫ് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷനാണ്. അതായത് ട്രാൻസ്ലേഷൻ മോഷനിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷനിലുള്ള ടേംസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ടേംസ് തന്നിട്ട് അതിൻ്റെ റൊട്ടേഷണൽ അനലോഗ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എക്സ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റൊട്ടേഷണൽ അനലോഗ് എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്. അതുപോലെ വെലോസിറ്റി v=dx/dt ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമാണ് ആംഗുലാർ വെലോസിറ്റി ω=d∅/dt. ദെൻ ആക്സിലറേഷൻ a=dv/dt. റൊട്ടേഷണൽ മോഷനിലാവുമ്പോൾ ആംഗുലാർ ആക്സിലറേഷൻ α=d⁻/dt. ഇനി മാസ് m ആണെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ടേം റൊട്ടേഷൻ മോഷനിൽ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I ആണ്. ദെൻ ഫോഴ്സ് F=ma. ഇവിടെ ഫോഴ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ടേം ടോർക്ക് τ=I⁴. ദെൻ വർക്ക് dW=F/ds ആണെങ്കിൽ ഇൻ റൊട്ടേഷണൽ മോഷൻ ഇറ്റ് ഈസ് W=τ ദെൻ കൈനറ്റിക് എനർജി K=12mv². റൊട്ടേഷണൽ മോഷനിൽ 12I⁻². ദെൻ പവർ P=F/v. റൊട്ടേഷണൽ മോഷനിൽ P=τ/ω. ദെൻ ലാസ്റ്റ് വൺ ഈസ് ലീനിയർ മൊമെൻറ്റം P=mv. ദെൻ ആംഗുലർ മൊമെൻറ്റം L=I⁻. ഓക്കെ, ഇത്രയും ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടേമിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ അനലോഗ്. ഓക്കെ, നമ്മൾ ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് കുറച്ച് റെഗുലർ ഷേപ്ഡ് ബോഡീസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഫിക്സഡ് വാല്യൂസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ തിൻ സർക്കുലർ റിംഗ് ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് r ആണ്. അതിൻ്റെ ആക്സിസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ അറ്റ് സെൻറ്റർ ആണ്. ദെൻ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കേസിലുണ്ടാവുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ mr² ആണ്. ഓക്കെ, അടുത്ത കേസിൽ തിൻ സർക്കുലർ റിങ് റേഡിയസ് r ആണെങ്കിൽ ഡയമീറ്റർ ആണ് ആക്സിസിൽ. ദെൻ mr²/2 ആണ്. അതുപോലെ തിൻ റോഡ് ലെങ്ത് L ആണ്, പെർപെൻഡിക്കുലർ ടു റോഡ് അറ്റ് മിഡ് പോയിൻ്റ് ആണെങ്കിൽ ml²/12. അടുത്തത് സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് r പെർപെൻഡിക്കുലർ ടു
disk at center. ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ദെൻ ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിൽ ബി mr²/2. നെക്സ്റ്റ് കേസിൽ സർക്കുലർ ഡിസ്ക് റേഡിയസ് r ആണ്, ഡയമീറ്റർ അതായത് ഈ രീതിയിലാണ് ഡയമീറ്ററിലാണ് വരുന്നതെങ്കിൽ mr⁴/2. ദെൻ ഹോളോ സിലിണ്ടർ റേഡിയസ് r, ആക്സിസ് ഓഫ് സിലിണ്ടർ ആണെങ്കിൽ mr². ദെൻ സോളിഡ് സിലിണ്ടർ റേഡിയസ് r ആണ്, ദെൻ ആക്സിസ് ഓഫ് സിലിണ്ടർ ആണ്, ദെൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mr²/2. ദെൻ സോളിഡ് സ്ഫിയർ റേഡിയസ് r ആണ്, ഡയമീറ്റർ ആണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 2mr²/5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒന്ന് അറിഞ്ഞിരിക്കണം. നൗ hope it is clear to you. നമുക്കിനി വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. Can conclude the video. If you like my video, please like, share and subscribe. Thanks for watching.